മിഡിൽ ഈസ്റ്റിൽ സമാധാനത്തിന്റെ ഒരു പുതിയ പുലരിക്ക് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസെഷ്കിയാൻ ശ്രമിക്കുമ്പോൾ അവിടെ വിദ്വേഷത്തിന്റെ കനലുകൾ കോരിയിടുകയാണ് ഡൊണാൾഡ് ട്രംപ്. Ayatollah Khamenei is dead. സമാധാനത്തിന്റെ ഏത് ചെറിയ സാധ്യതയെയും തന്റെ പ്രകോപനപരമായ നിലപാടുകൾ കൊണ്ട് ബോധപൂർവം അട്ടിമറിക്കുകയാണ് അയാൾ. അടങ്ങാത്ത ചോരക്കുതിയാണോ ട്രംപിനെ നയിക്കുന്നത്, അതോ മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ലാഭക്കുതിയോ? അയൽ രാജ്യങ്ങളുമായി ഇറാൻ സമാധാനത്തിലാകാൻ ശ്രമിക്കുമ്പോൾ ഗൾഫ് മേഖലയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ഇടപെടൽ ഈ യുദ്ധഭ്രാന്തൻ പതിവാക്കിയിരിക്കുന്നു. ഇറാൻ അയൽ രാജ്യങ്ങളെ ആക്രമിച്ചു തുടങ്ങി 2-ാം ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ അനുനയ ശ്രമം നടത്തിയിരുന്നു. തുടർന്ന് അയൽക്കാരെ ആക്രമിക്കുന്നത് ഇറാൻ നിർത്തിവെക്കുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയുടെ പക്ഷത്താണെന്നും ഇറാനെ ആക്രമിക്കാൻ അവരെല്ലാം സജ്ജമാണെന്നും പറയാൻ മാത്രമായി ട്രംപ് ഒരു വാർത്താ സമ്മേളനം വിളിച്ചു. സ്വാഭാവികമായും ഇറാൻ അയൽക്കാർക്കെതിരായ ആക്രമണം പുനരാരംഭിച്ചു. സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുന്ന ട്രംപിന്റെ ഈ കളി ലോകത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത്? ശത്രുക്കൾ എന്റെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നുവെന്ന് പെസെഷ്കിയാൻ പറയുമ്പോൾ വിരൽ ചൂണ്ടുന്നത് ട്രംപിന്റെ ഇത്തരം കുടിലതന്ത്രങ്ങളിലേക്കാണ്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളോട് മാപ്പ് പറയുകയും ഇനി അയൽക്കാരെ ആക്രമിക്കില്ലെന്ന് ഉറപ്പു നൽകുകയും ചെയ്തുകൊണ്ട് ഇറാൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ച ഭാഗിക സമാധാന ശ്രമത്തിനാണ് ട്രംപ് ഏറ്റവും ഒടുവിൽ തുരങ്കം വെച്ചിരിക്കുന്നത്. പെസെഷ്കിയാന്റെ പ്രസ്താവന വന്നതിന് തൊട്ടു പിന്നാലെ വീണ്ടും ഇറാനെ പ്രകോപിപ്പിച്ചുകൊണ്ട് ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വന്നു. പുറകെ കുവൈറ്റിലും ദുബായിലും ഇറാന്റെ ആക്രമണവും ഉണ്ടായി. സകല കുഴപ്പങ്ങളും ഉണ്ടാക്കി വെച്ച ശേഷം അമേരിക്കൻ പൗരന്മാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ട്രംപ്. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യരുടെ ജീവനും സ്വത്തിനും വിലയില്ലല്ലോ. അവരൊന്നും വെളുത്തവരോ ക്രിസ്ത്യാനികളോ ജൂതരോ അല്ലല്ലോ. അതുകൊണ്ടാണല്ലോ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് മുസ്ലിം രാജ്യങ്ങളിൽ നടത്തുന്ന ആക്രമണങ്ങളെ ആരും വംശഹത്യ എന്ന് വിളിക്കാത്തത്. അതുകൊണ്ടാണല്ലോ ഇസ്ലാം ഭീകരത എന്ന് പറയുന്നത് പോലെ ക്രിസ്ത്യൻ ഭീകരത എന്നോ ജൂത ഭീകരത എന്നോ ആരും പറയാൻ ധൈര്യപ്പെടാത്തത്. പാശ്ചാത്യ ലോകത്തിന്റെ കച്ചവട തന്ത്രങ്ങൾ പച്ചപിടിക്കുന്നത് നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ലോകത്തിൽ തന്നെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ദുബായും റിയാദും മസ്കറ്റുമെല്ലാം അങ്ങനെ അല്ലാതായിരിക്കുന്നു. ഇവിടെ എല്ലാമുള്ള വ്യവസായ നിക്ഷേപങ്ങളെല്ലാം ഇനി അമേരിക്കൻ നഗരങ്ങളിലേക്ക് ഒഴുകും. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി ലോകത്തിന്റെ ഒരു കോണിൽ സുരക്ഷിതമായി നിലകൊള്ളുകയാണ് അമേരിക്ക. അവർ വിതച്ച നാശത്തിന്റെ വിത്തുകൾ ഗൾഫ് രാജ്യങ്ങളെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരാക്കും. അവർക്ക് ആവശ്യമുള്ള മിസൈലും തോക്കും ബോംബും ടാങ്കും യുദ്ധവിമാനങ്ങളും പടക്കപ്പലുകളുമെല്ലാം അമേരിക്ക നിർമ്മിച്ചു നൽകും. എങ്ങനെയൊക്കെ ഹരിച്ചും ഗുണിച്ചും നോക്കിയാലും ലാഭം അമേരിക്കയ്ക്ക് തന്നെ. When crazy people have nuclear weapons, bad things happen. ലോക സമാധാനത്തിന് ഭീഷണി എന്ന് പറഞ്ഞാണ് അമേരിക്കൻ ഭരണകൂടം ഇറാഖിനെയും ലിബിയയെയും ആക്രമിച്ചത്, സദ്ദാം ഹുസൈനെയും മുവാമർ ഗദ്ദാഫിയെയും കൊന്നതും. അവരുടെ നാട്ടിലെ ഒരു കെട്ടിടത്തിലേക്ക് ഒരു കൂട്ടം ഭീകരർ വിമാനം ഇടിച്ചു കയറ്റിയതിനാണ് അഫ്ഗാനിസ്ഥാൻ എന്ന ഒരു രാജ്യത്തെ തന്നെ അമേരിക്ക നാമാവശേഷമാക്കിയത്. എന്നിട്ടിപ്പോൾ ഇറാനിലെ സ്കൂളുകളിൽ വരെ ബോംബിട്ട ശേഷം അവർ പറയുകയാണ് ഇറാൻ ലോക സമാധാനത്തിന് ഭീഷണി എത്ര. ജപ്പാനിലെ അണുബോംബ് ആക്രമണം മുതൽ ഇങ്ങോട്ടുള്ള ആധുനിക ലോകത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ അറിയാം. ലോക സമാധാനത്തിന് യഥാർത്ഥ ഭീഷണി അമേരിക്കയാണ്. സീനിയർ ബുഷിനും ജൂനിയർ ബുഷിനും ശേഷം ഇപ്പോൾ ആ ഭീകര രാഷ്ട്രത്തെ പ്രതിനിധീകരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ആണെന്ന് മാത്രം.